മാസാല ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അയൽവാസികളെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, അയൽവാസികളുടെ മഹത്വം പറയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മനുഷ്യന്റെ സമ്പത്തില് അനന്തര അവകാശം പടച്ചവനെ അയൽവാസികൾക്കുണ്ടോ എന്ന് പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടു സഹാബ. അയൽവാസികളോട് വല്ലാത്ത കടമയാ, അയൽവാസികളോട് വല്ലാത്ത കടമയാ. എന്റെ പ്രിയമുള്ളവരെ, അയൽവാസികളെ വേദനിപ്പിക്കാൻ പാടില്ല, അയൽവാസികളെ വേദനിപ്പിക്കാൻ പാടില്ല. ആരാ അയൽവാസികൾ? ആരാ? നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 40 വീട്, നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 40 വീട് നിന്റെ അയൽവാസികളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 40 വീടുകള്, അത് മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ, കുടുംബക്കാരനാകട്ടെ കുടുംബക്കാരനാകാതിരിക്കട്ടെ, 40 വീടും നിന്റെ അയൽവാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ലാഹയുടെ വീട്ടില് പടച്ചവനെ എലിശല്യം വല്ലാത്തതായിരുന്നു, എലികളുടെ ശല്യം കൂടുതലാണ്. പടച്ചവനെ, ഇമാം ഗസാലി റഹ്മഹുല്ലാഹയുടെ വീടിനകത്ത് എലിശല്യം കൂടിയപ്പോ ഒരാള് പറഞ്ഞു, തങ്ങളെ, ഒരു പൂച്ചയെ വീട്ടിൽ നിർത്തിയാൽ എലികളെല്ലാം പുറത്തു പോകുമല്ലോ, ഒരു പൂച്ചയെ തങ്ങളുടെ വീട്ടിൽ കൊണ്ടുവെച്ച് കഴിഞ്ഞ എലികളുടെ ശല്യം മാറുമല്ലോ, ഒരു പൂച്ചയെ നിർത്തിക്കൂടെ എന്ന് ഇമാം ഗസാലി തങ്ങളോട് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, മനുഷ്യ, എന്റെ വീട്ടിലൊരു പൂച്ചയെ കൊണ്ടുവന്നാൽ എലികൾ മുഴുവനും എന്റെ അയൽവാസികളുടെ വീടിനകത്ത് കയറുമല്ലോ, അവർക്കത് ബുദ്ധിമുട്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഞാനൊരു പൂച്ചയെ വാങ്ങി നിർത്താത്തതെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു മരത്തിന്റെ ഇല അക്കരയിൽ വീണ തമ്മിലടിക്കുന്ന മുസ്ലിമേ, വെള്ളത്തിന്റെ പേരില് അല്ലാഹുവേ പടച്ചവനെ, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പടച്ചവനെ അയൽവാസികൾ പരസ്പരം തമ്മിലടിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കൊട്ടാരം പോലെ വലിയ വലിയ വീട് പണിയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നീ നിന്റെ വീട് ഉയർത്താൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, നിന്റെ അയൽവാസിക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നീ നിന്റെ വീട് പോലും പൊക്കാൻ പാടില്ലെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല നബിയിനാ റസൂലുള്ളാഹി. നിന്റെ പൈസ കൊടുത്തിട്ട് നിന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുക, അവന്റെ വീട്ടിലേക്ക് വായു തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതി വീട് പോലും വെക്കാൻ പാടില്ല. ഇവിടെ ഇല വീണേന്റെ പേരിൽ തല്ലുന്നേ. എടാ, ഇവന്റെ പറമ്പിൽ നിന്നിട്ട് ഒരു മരത്തിന്റെ ഇല മൊത്തം അങ്ങോട്ട് വീഴുന്നടാ, ഒരു കമ്പ് വെട്ടൂല, കൊന്നാലും. പടച്ചവൻ അയൽവാസി മരിച്ചാലും കേറൂലടാ. ശത്രുത. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മഹാനായ അബൂ സിനാ റളിയല്ലാഹു തആല അൻഹു, പടച്ചവൻ അബൂ സിനാ തങ്ങളുണ്ടല്ലോ, അയൽവാസിയായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനൊരു യഹൂദിയാണ്. പടച്ചവനെ എല്ലാ ദിവസവും കാഷ്ടവും വേസ്റ്റും കൊണ്ടുവന്ന് വീടിന്റെ മുന്നിലിടുകയാണ്. അബൂ സിനാ തങ്ങളുടെ വീടിന്റെ മുന്നില് എല്ലാ ദിവസവും കാഷ്ടം കൊണ്ടുവന്നിടുകയാണ്. അബൂ സിനാ തങ്ങളൊന്നും പറയാറില്ല, എല്ലാം വാരിക്കളയുകയാ. എല്ലാ ദിവസവും അയൽവാസി കൊണ്ടിടുന്ന വേസ്റ്റ് മുഴുവനും തൂത്ത് വൃത്തിയാക്കുകയാണ്. പരാതി പറഞ്ഞില്ല, വഴക്കുണ്ടാക്കിയില്ല, കേസ് കൊടുത്തില്ല. പടച്ചവനെ, ഒന്നും മിണ്ടാതെ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു. അവസാനം അബൂ സിനാ റളിയല്ലാഹു തആല രോഗം പിടിച്ച് കിടക്കുമ്പോ അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥ എത്തിയപ്പോ പൊന്നുമകനോട് പറയുന്നു, മോനെ സിനാനെ, അയൽവാസിയായ മനുഷ്യനെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുവോ? ഈ ചരിത്രം ഇന്ന് വഅദ് കേൾക്കാമെന്ന ഓരോ പെണ്ണിനുമുള്ളതാണ്. ഓരോ പെണ്ണും പഠിക്കേണ്ട ചരിത്രമാണ്. അബൂ സിനാ തങ്ങളെ പൊന്നുമോനോട് പറഞ്ഞു, ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവരാറ്. അല്ലാഹുവേ, പൊന്നുമകൻ ചെന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പ വിളിക്കുന്നു. പടച്ചവനെ, യഹൂദിയായ മനുഷ്യൻ
അല്ലാഹുവേ അവിടെ നിന്ന് കരുതി ഇതിനെ കുറിച്ച് ചോദിക്കാനായിരിക്കും വീടിനകത്തേക്ക് കടന്നു വന്നപ്പോ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മനുഷ്യ, ഒരുപാട് നാളുകളായി നിങ്ങൾ എന്റെ വീടിന്റെ മുന്നിലേക്ക് വേസ്റ്റ് വാരിയിടുന്നുണ്ട്, കാശവും മൂത്രവും എടുത്തൊടിക്കാറുണ്ട്. ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല, ഞാൻ സ്വന്തമായിട്ടാണത് മുഴുവനും വൃത്തിയാക്കുന്നത്. പക്ഷേ എനിക്കിന്ന് രോഗം വന്നത് കാരണം എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, ഞാൻ കിടപ്പിലായി പോയി. ഇനി എങ്ങനെ ചെയ്യാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇടാൻ പാടില്ല. രോഗിയായത് കാരണം ഇനി അത് വൃത്തിയാക്കാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് ഇടല്ലേ എന്ന് പറയുമ്പോ ആ യഹൂദി ചോദിക്കുന്നു, മനുഷ്യ, നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ എന്നോട് ഇത് പറയുമെന്ന് കരുതിയിട്ടാണ്, എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഇതിടല്ലേ എന്ന് എന്നോട് പറയുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇട്ടത്. ഇത്രയും നാള് നിങ്ങൾ പറയാതെ വന്നപ്പോ എനിക്ക് വാശി കൂടി, പിന്നെയും ഞാൻ ഇങ്ങനെ ഇടുകയാണ്. ഇത്ര കൊല്ലമായിട്ടും ഒരിക്കൽ പോലും നിങ്ങൾ എന്തേ ഒന്ന് പരാതി പറയാതിരുന്നത്? നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നല്ലോ, എന്തേ പറയാതെ ഇരുന്നതെന്ന് ചോദിക്കുമ്പോ അബൂസിനാ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഈ വഅദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയാ ഒരൊറ്റ മുസ്ലിമും ഈ ഹദീസ് മറക്കല്ലേ, ഈ ഹദീസ് ഒരൊറ്റ പെണ്ണും മറക്കല്ലേ. അബൂസിനാ തങ്ങൾ പറയുകയാണ്, മൻമാത വലഹു ജീറാനുൻ സലാസ കുല്ലുഹും റാളൂന അൻഹു ജിറലഹു വലഹുൽ ജന്ന. എന്റെ പ്രിയമുള്ളവരെ, നീ മരണപ്പെടുമ്പോ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ അയൽവാസികൾ, 3 അയൽവാസികൾ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ വലഹുൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. വാപ്പാ, നീ മരിച്ചു പോകുമ്പോ നിന്റെ അയൽവാസികളായ 3 വീട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാ നിനക്ക് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ പറയുമ്പോ നെഞ്ചത്ത് കൈവച്ചിട്ട് നീ സ്വന്തമായിട്ട് ചോദിക്ക്, നിന്റെ അയൽവാസികൾ പറയുവോ? പറവാപ്പാ, നിന്റെ അയൽവാസി പറയുവോ? പെണ്ണെ, നിന്റെ അയൽവാസികൾ പറയുവോ? നീ മരിച്ചാ പറയും, അൽഹംദുലില്ലാഹ്, ഇവളൊന്നു തീർന്നല്ലോ റബ്ബേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു പെണ്ണുണ്ട് നബിയേ, എന്റെ അയൽവാസിയാണ് നബിയേ, അവൾ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നവളാ, അവൾ എല്ലാ ദിവസവും തിങ്കളും വ്യാഴവും അല്ലെങ്കിൽ പ്രത്യേകമായ ദിവസങ്ങളിൽ മാത്രമല്ല, എല്ലാ ദിവസവും ആ പെണ്ണ് നോമ്പാട്, എല്ലാ ദിവസവും അവൾ നിസ്കരിക്കുന്നവളാണ്, അവൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാണ്, അവൾ ഖുർആൻ ഓതുന്നവളാണ്, അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ അവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ ബുദ്ധിമുട്ടിക്കും നബിയേ, അവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് ആ മനുഷ്യൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചെറുപ്പക്കാരാ, ഫഇന്ന അഹ്ലന്നാർ, അവര് നരകത്തിന്റെ അവകാശിയാ, അവള് നരകത്തിന്റെ അവകാശിയാ. ഫർദയും ധരിച്ച് വഅദ് കേൾക്കാൻ വന്ന പെങ്ങളെ, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്നവളാണോ? അയൽവാസികളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവളാണോ? നിനക്ക് സ്വർഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യദ്ഖുലൂനൽ ജന്ന മൻ ജാറഹു ബവായികഹു. തന്റെ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യന് സ്വർഗത്തിൽ കിടക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അയൽവാസികളെ കടം ചോദിച്ചാ കൊടുക്കണം, അവരെ സഹായിക്കണം, അവിടെ രോഗമില്ലെങ്കിൽ സന്ദർശനം നടത്തണം, അവര് പാവപ്പെട്ടവരെ കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായവും ചെയ്യണം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകര് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയുടെ കവാടത്തിൽ കാത്തു നിൽക്കുകയാണ്, ആരെയോ കാത്തു നിൽക്കുകയാണ്. പ്രവാചകൻ ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരെയാ നബിയെ തിരയുന്നത്? ആരെയാ നബിയെ തിരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഉമറിനെയാണ് തിരയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ ഇങ്ങനെ നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമറേ, ഉമറേ, ഇന്നലെ നിന്റെ വീട്ടിലേക്ക് വന്ന ആ പാവപ്പെട്ട മനുഷ്യർ നീ വെറും കയ്യോടെ മടക്കിയത് ശരിയായില്ല ഉമറേ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് അയൽവാസിയായ ഒരു പാവപ്പെട്ട മനുഷ്യനതാ സഹായം ചോദിച്ചു വരികയാണ്. ഉമർ തങ്ങൾ ഒന്നും കൊടുക്കാനില്ലെന്ന് പറഞ്ഞു വിട്ടു. എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു നബിയെ, എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ, നിന്റെ കയ്യിൽ പട്ടുവസ്ത്രം വിറ്റ പണമുണ്ടായിരുന്നല്ലോ, പട്ടുവസ്ത്രം വിറ്റ കാശ് നിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. അയൽവാസിക്ക് എന്താണ് നീ കൊടുക്കാതിരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മറന്നുപോയി നബിയേ, മറന്നുപോയി നബിയേ, എന്റെ കയ്യിൽ പൈസയുള്ള കാര്യം ഞാൻ മറന്നുപോയി നബിയേ, മറന്നത് കാരണമാണ് കൊടുക്കാത്തത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അയൽവാസി വന്ന് സഹായം ചോദിക്കുമ്പോ അത് പണമാകട്ടെ, വെള്ളമാകട്ടെ, ഉപ്പാകട്ടെ, അല്ലാഹുവേ എന്തെങ്കിലും പഞ്ചസാരയോ എന്തുമാകട്ടെ, അല്പം എന്തെങ്കിലും വസ്തുവാകട്ടെ, ഒരു കത്തിയാകട്ടെ, അയൽവാസി വന്ന് ചോദിക്കുമ്പോ കൊടുക്കാത്ത മനുഷ്യ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ, അഖ്റജഹുല്ലാഹു റൂഹഹു അലാ ഗൈരി ഷഹാദ, അറിഞ്ഞുകൊണ്ടാണ് നിന്റെ കയ്യിൽ പൈസ വെച്ചിട്ട് അറിഞ്ഞുകൊണ്ടാണ് നീ കൊടുക്കാതെ ഇരുന്നതെങ്കിൽ ഉമറേ, ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാൽ നിന്റെ ദാഹം മാറൂല ഉമറേ. എന്റെ പ്രിയമുള്ളവരെ, കയ്യിൽ വെച്ചിട്ട് പടച്ചവരെ, പാവങ്ങൾക്ക് കൊടുക്കാത്തവര്, പാവപ്പെട്ടവരെ സഹായിക്കാത്തവര്, യതീമക്കളെ സഹായിക്കാത്തവര്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാത്തവര്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ കയ്യിൽ വെച്ചിട്ടാണ് അറിഞ്ഞുകൊണ്ടാണ് നീ കൊടുക്കാതെ ഇരുന്നതെങ്കിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാൽ, കടലിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർത്താൽ നിന്റെ ദാഹം മാറൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവന്റെ ശിക്ഷയോ അല്ലാഹുവേ. പാവങ്ങളെ മറന്നു പോകുന്നവർ, തന്റെ വീട്ടിന്റെ ചാരത്ത് കിടക്കുന്ന ക്യാൻസർ രോഗികൾ, പടച്ചവരെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ, ഒരു നേരത്തെ മരുന്ന് വാങ്ങാ വകയില്ലാത്തവർ, യതീമായ പൊന്നുമക്കളെ കെട്ടിച്ചു കൊടുക്കാ പണമില്ലാതെ കണ്ണുനീര് കുടിക്കുമ്പോ കയ്യിൽ വെച്ചിട്ട് കൊടുക്കാ മടിക്കുന്ന മുസ്ലിമേ, ഏത് വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറൂല. റസൂലുള്ളാഹി പറയുകയാ, അലാ ഗൈരി ഷഹാദ, നിനക്ക് മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറയാ നിന്റെ നാവ് പൊങ്ങില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവര്, മോനെ, നിനക്കൊരു നല്ല മരണം കിട്ടൂല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? പടച്ചവനെ, സംസം വെള്ളം കുടിച്ച് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ ആഗ്രഹമില്ലേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്ത മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിൽ 48 കുട്ടികളുണ്ട്. അല്ലാഹുവേ, യതീമായ മക്കളാ, യതീമായ മക്കളോ, പടച്ചവനെ, ആ മക്കൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. യതീമായ മക്കളുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ, ഈ യതീമായ മക്കളുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ. അല്ലാഹുവേ, ഈ മക്കളെ ആരെല്ലാം സഹായിക്കുന്നോ അവരുടെ മരണസമയത്ത് ദാഹം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ.
സംസം വെള്ളം കുടിച്ച് മരിക്കാൻ, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് മരിക്കാൻ, മരിക്കുന്ന സമയത്ത് ഈ കൊടുത്ത സദഖയുടെ പ്രതിഫലമായ സ്വർഗം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ.